ഹരേ കൃഷ്ണ. രാമായണം കുറച്ച് നമ്മൾക്ക് പാരായണം ചെയ്യാം. ഭാരതത്തിൻ്റെ മഹാകാവ്യം രാമായണമാണ്. ഭാരതത്തിൻ്റെ മഹാചരിത്രം ശ്രീരാമൻ്റെ ചരിത്രമാണ്. ഭാരതത്തിലെ ഉത്കൃഷ്ട ഭരണം രാമരാജ്യമാണ്. ഭാരതത്തിൻ്റെ ആദർശ രാജാവ് രാമരാജാവാണ്. നിഷ്കളങ്കമായ പിതൃപുത്ര ബന്ധം, ഭാര്യാഭർത്തൃബന്ധം, സാഹോദര്യ മഹത്വം, സമസൃഷ്ടി സ്നേഹം, പ്രജാക്ഷേമ തൽപരത, രാജനീതി പരിപാലനം, അധർമ്മധ്വംസനം, സത്യദീക്ഷ, ത്യാഗം, സഹനം, ക്ഷമ ഇത്യാദി ശിഷ്ടഗുണങ്ങൾ ആകെ തുകയായിരുന്നു ശ്രീരാമൻ്റെ ജീവിതം. ആദർശനിഷ്ഠനായ ശ്രീരാമൻ പ്രജകളുടെ അഹിതത്തിന് പാത്രമാകാതിരിക്കാൻ സുചരിതയായ ധർമ്മപത്നിയെ പരിത്യജിച്ചു. ജീവന് തുല്യ സ്നേഹിച്ചിരുന്ന അനുജനെയും അന്തിമഘട്ടത്തിൽ അദ്ദേഹം സത്യപരിപാലനാർത്ഥം ഉപേക്ഷിച്ചു. പിതാവിൻ്റെ സത്യപരിപാലനത്തിന് വേണ്ടി സർവ്വ ഉന്നതമായ രാജസിംഹാസനവും വെടിഞ്ഞ് കാടകം പോയി. അങ്ങനെ സർവ്വസുഖങ്ങളും നീതിക്ക് വേണ്ടി ബലിയർപ്പിച്ച അർപ്പണബുദ്ധിയോടുകൂടിയ ഒരു യജ്ഞമായിരുന്നു ശ്രീരാമൻ്റെ ജീവിതം. നമ്മൾ പാരായണം ചെയ്യുമ്പോൾ കുറച്ച് അക്ഷരശുദ്ധിയോട് വേണം പാരായണം ചെയ്ത് പഠിക്കാൻ. നമ്മൾക്ക് സംഗീതവും രാഗവും താളവും ഒന്നുമില്ലെങ്കിലും കുറച്ച് നന്നായി പാരായണം ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും. ഇതിന് താല്പര്യമുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. പുരാണങ്ങൾ ഒരു നല്ല ഔഷധം കൂടിയാണ്. ചിലർ വിചാരിക്കും ഞാൻ പാരായണം ചെയ്താൽ തെറ്റിപ്പോകുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇതിന് താല്പര്യമുള്ള എല്ലാവർക്കും പാരായണം ചെയ്ത് പഠിക്കാം. എനിക്ക് സംഗീതമോ രാഗമോ താളമോ ഒന്നുമില്ല. ഒരു സാധാരണ പുരാണ പാരായണക്കാരിയാണ്. എനിക്ക് ചെറുതിലേ തന്നെ ഇതിനോട് നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു ഗുരുവിനെ കൊണ്ട് ഭാഗവതം തുടങ്ങിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പാരായണം ചെയ്തു വരുന്നു. ഇനി ശ്രീരാമൻ്റെ ഭാഗവത പുരാണം അടുത്തതിലായിരിക്കും. ഹരേ കൃഷ്ണ.